കേന്ദ്രമന്ത്രിസഭാംഗങ്ങളുടെ വകുപ്പുകൾ സംബന്ധിച്ച പ്രഖ്യാപനം ഇന്നുണ്ടാകും. 30 ക്യാബിനറ്റ് അംഗങ്ങൾ, സ്വതന്ത്ര ചുമതലയുള്ള 5 സഹമന്ത്രിമാർ, 36 കേന്ദ്ര സഹമന്ത്രിമാർ എന്നിവരാണ് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ധനകാര്യം, പ്രതിരോധം, ആഭ്യന്തരം, വിദേശകാര്യം എന്നീ സുപ്രധാന വകുപ്പുകൾ BJP നിലനിർത്തും. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ലോകം തന്നെ ആഘോഷമാക്കി മാറ്റിയിരുന്നു ഇന്നലത്തെ 3ാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. അത്രത്തോളം ഗംഭീരമായിരുന്നു, അത്രത്തോളം വലിയ സ്വീകാര്യതയായിരുന്നു ലോകരാഷ്ട്രങ്ങളടക്കം നരേന്ദ്രമോദി സർക്കാരിന് നൽകിയത്. ഇനി വകുപ്പുകൾ ആരൊക്കെ കൈകാര്യം ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം സുപ്രധാനമായ വകുപ്പുകൾ, പ്രതിരോധമായാലും ആഭ്യന്തരമായാലും വിദേശകാര്യം, ധനകാര്യം തുടങ്ങിയ വകുപ്പുകൾ BJP തന്നെ കൈയാളാൻ തന്നെയാണ് സാധ്യത. ഒപ്പം മറ്റ് ഘടകകക്ഷികൾക്കുള്ള വീതം വയ്പും ആ രീതിയിലുള്ള ഒരു തീരുമാനം ഇന്നുണ്ടാകുമ്പോൾ ഏതൊക്കെ സൂചനകളാണ് നമുക്ക് ലഭ്യമാകുന്നത്? KP, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഭാരതം 3ാം നരേന്ദ്രമോദി യുഗത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ഇന്നലെ രാഷ്ട്രപതി ഭവനിൽ നടന്നിട്ടുള്ള പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് 3ാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടുള്ളത്. നരേന്ദ്രമോദി ഉൾപ്പെടെ 72 മന്ത്രിമാരാണ് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തത്. അതിൽ ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിമാരൊപ്പം സ്വതന്ത്ര ചുമതലയുള്ള 5 മന്ത്രിമാർ, സഹമന്ത്രിമാരായി 36 പേർ എന്നിങ്ങനെ 72 പേർ ആകെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അതിലും പോർട്ട്ഫോളിയോ ഏകദേശം എങ്ങനെയായിരിക്കും എന്നുള്ളത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളും സൂചനകളുമാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊപ്പം ധനകാര്യം, പ്രതിരോധം, വിദേശകാര്യം, ആഭ്യന്തരം തുടങ്ങിയ പ്രധാനപ്പെട്ട വകുപ്പുകൾ BJP തന്നെ കൈകാര്യം ചെയ്യും. വിദേശകാര്യ മന്ത്രി എന്നുള്ള നിലയിൽ S ജയശങ്കർ തന്നെ തുടരും എന്നുള്ള സൂചനകളാണ്, എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച് വകുപ്പ് ആർക്കെല്ലാം നൽകണം എന്നത് സംബന്ധിച്ച് കൃത്യമായ ധാരണയും തീരുമാനവും ഇതിനോടകം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഔദ്യോഗികമായ വിജ്ഞാപനമാണ് ഇനി പുറത്തിറങ്ങാനുള്ളത്. രാഷ്ട്രപതി ഭവനിൽ നിന്ന് അത്തരത്തിലൊരു വിജ്ഞാപനം ഇന്ന് തന്നെ പുറത്തിറങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൽ തീർച്ചയായും കേരളം ഉറ്റുനോക്കുന്നത്, കേരളത്തിൽ നിന്ന് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടുള്ള 2 മന്ത്രിമാർ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും, അവർക്ക് ഏതെല്ലാം വകുപ്പുകൾ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നോക്കിക്കാണുന്നത്. കേരളത്തിലെ ജനങ്ങളൊപ്പം സുരേഷ് സൂചിപ്പിച്ചതുപോലെ ഘടകകക്ഷികൾക്കും കൃത്യമായ പ്രാതിനിധ്യം നൽകുന്നത് തന്നെയായിരിക്കും കേന്ദ്ര മന്ത്രിസഭ എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല. JDU-വിനും തെലുങ്ക് ദേശം പാർട്ടിക്കും ഒപ്പം ചിരാഗ് പാസ്വാനും പ്രധാനപ്പെട്ട വകുപ്പുകൾ തന്നെ നൽകും. മന്ത്രിസഭയിൽ നിലവിൽ പ്രാതിനിധ്യം നൽകാത്ത ഘടകകക്ഷി എന്നുള്ളത് NCP അജിത് പവാർ വിഭാഗമാണ്. അവർക്ക് ഒരു MP-യെ മാത്രമായിരുന്നു വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചത്. എന്നാൽ വിജയിച്ച MP-ക്ക് പകരം പ്രഫുൽ പട്ടേലിന് കേന്ദ്ര ക്യാബിനറ്റിൽ പദവിയുള്ള മന്ത്രിസ്ഥാനം നൽകണം എന്ന ആവശ്യം ആദ്യം NCP മുൻപോട്ട് വെച്ചിരുന്നു. പിന്നീട് വിജയിച്ച MP-ക്ക് സ്ഥാനം നൽകണം എന്ന ആവശ്യവും മുൻപോട്ട് വെച്ചു. അത്തരത്തിലൊരു ആശയക്കുഴപ്പം കൂടി വന്നതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഈ ഒരു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ NCP അജിത് പവാർ പക്ഷത്തിന് മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ലാതെ പോകുന്നത്. മന്ത്രിസഭാ വിപുലീകരണ സമയത്ത് തീർച്ചയായും NCP അജിത് പവാർ പക്ഷവും ഈ മന്ത്രിസഭയിൽ ഉൾപ്പെട്ടേക്കാം. അത്തരത്തിൽ മുഴുവൻ ഘടകകക്ഷികൾക്കും കൃത്യമായ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് 3ാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ മുൻപോട്ട് പോക്ക്. അത് കൂട്ടുമന്ത്രിസഭ എന്ന് നമ്മൾ പറയുമ്പോഴും കഴിഞ്ഞ ഓരോ തവണയും പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 2 തവണ മോദി സർക്കാരിന് 272 മുകളിലേക്ക് വളരെ കൃത്യമായ ഭൂരിപക്ഷം, 2019 303 സീറ്റുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതിനു മുൻപ് പിറകോട്ട് പരിശോധിക്കുമ്പോൾ 1ഉം 2ഉം UPA സർക്കാരും അതിനു മുൻപ് അടൽ ബിഹാരി വാജ്പേയി സർക്കാർ ആണെങ്കിലും ഭരിക്കുമ്പോഴും ഭരണത്തിന് നേതൃത്വം നൽകിയിരുന്ന ഏറ്റവും വലിയ ഒറ്റകക്ഷിക്ക് 240 താഴെ സീറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിലവിൽ കൂട്ടുമന്ത്രിസഭ എന്ന് പറയുമ്പോഴും 543 അംഗ ലോക്സഭയിൽ 240 അംഗങ്ങളുടെ വ്യക്തമായ പിന്തുണ BJP-ക്കുണ്ട്. ഒപ്പം ഘടകകക്ഷികളിൽ ആരെങ്കിലും ഒരാൾ വിട്ടുപോയാൽ പോലും 272 മുകളിൽ ഭൂരിപക്ഷം നിലനിർത്താനുള്ള അംഗങ്ങളുമുണ്ട്. അതുകൊണ്ട് വളരെ സുസ്ഥിരമായൊരു മന്ത്രിസഭയായിരിക്കും, സർക്കാരായിരിക്കും മുൻപോട്ട് പോവുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം സർക്കാരിൻ്റെ സ്വഭാവം എന്തായിരിക്കും എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. BJP ഓഫീസിൽ നടന്ന ആഘോഷ പരിപാടികളിലാണെങ്കിലും NDA യോഗത്തിൽ, പഴയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ സെൻട്രൽ ഹാളിൽ നടന്നിട്ടുള്ള NDA യോഗത്തിലും പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ വളരെ കൃത്യമാക്കിയിട്ടുണ്ട്, ഭരണഘടനാ മൂല്യങ്ങളിൽ ഊന്നിക്കൊണ്ട് ഭാരതത്തെ സുശക്തമായി മുൻപോട്ട് നയിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും അടുത്ത 10 വർഷം
ജിഷ്ണു തന്നെയാണ് ഈ കഴിഞ്ഞ 10 വർഷം ഒരു ട്രെയിലർ ആയിരുന്നു, വരാനിരിക്കുന്നതാണ് മികവ് എന്ന് അദ്ദേഹം പറയുണ്ടായി. ആ മികവ് അത് നമ്മൾ കണ്ടറിഞ്ഞതാണ് കഴിഞ്ഞ 10 വർഷം. കാരണം അത്രത്തോളം ജനക്ഷേമ പദ്ധതികൾ, സാധാരണക്കാരായ ജനങ്ങളെ അടക്കം ചേർത്ത് പിടിക്കുന്ന നിരവധി പദ്ധതികൾ, ഒപ്പം വികസന കുതിപ്പുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ആ ഒരു കുതിപ്പിൻ്റെ കുതിച്ചുചാട്ടം അത് എത്രത്തോളമാണ് എന്നാണ് നമുക്കിനി കണ്ടറിയേണ്ടത്. അത് തന്നെയാണ് ലോകരാജ്യങ്ങളടക്കം ഉറ്റുനോക്കുന്നത് അല്ലേ. ഒപ്പം ഇന്ന് ആദ്യം മന്ത്രിസഭാ യോഗം ചേരാനും സാധ്യതയുണ്ടല്ലേ? KP മന്ത്രിസഭായോഗം ചേരാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഇന്നോ നാളെയോ ആയി ആദ്യ മന്ത്രിസഭായോഗം ചേരും എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ NDA നേതാക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം 12-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് G7 രാജ്യങ്ങളുടെ യോഗങ്ങൾക്കായി വിദേശയാത്ര ക്രമീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം 12-ാം തീയതി വിദേശയാത്ര തിരിക്കുകയാണെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിന് തൊട്ട് മുൻപായി, അതായത് ഇന്നോ നാളെയോ ആദ്യ മന്ത്രിസഭായോഗം ചേരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള വിജ്ഞാപനം പുറത്തിറങ്ങും. പ്രധാനപ്പെട്ട വകുപ്പുകൾ BJP തന്നെയായിരിക്കും കൈകാര്യം ചെയ്യുക. കഴിഞ്ഞ മന്ത്രിസഭയും പരിശോധിക്കുമ്പോൾ പ്രതിരോധം രാജ്നാഥ് സിംഗും, ആഭ്യന്തരം അമിത്ഷായും, ധനകാര്യം നിർമ്മല സീതാരാമനും, വിദേശകാര്യം S ജയശങ്കറുമായിരുന്നു കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇവർ 4 പേരും ഈ 3-ാം നരേന്ദ്രമോദി സർക്കാരിലും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ വകുപ്പുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് നോക്കിക്കാണണം. കാരണം 1-ാം മോദി മന്ത്രിസഭയിലും 2-ാം മോദി മന്ത്രിസഭയിലും അത്തരത്തിലുള്ള ചില മാറ്റങ്ങൾ, പ്രധാനപ്പെട്ട നേതാക്കൾ വകുപ്പുകൾ കൈമാറ്റം ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ വിദേശകാര്യം എന്നുള്ള രീതിയിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കർ തുടരും എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. കാരണം കഴിഞ്ഞ സർക്കാരിൽ വിദേശകാര്യം മന്ത്രി എന്നുള്ള രീതിയിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നതിന്, പ്രവർത്തന മികവ് തെളിയിക്കുന്നതിന് S ജയശങ്കറിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ S ജയശങ്കർ തന്നെ തുടരും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ. കൂടാതെ BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഇത്തവണ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടുണ്ട്. അതുകൊണ്ട് JP നദ്ദ ഏത് വകുപ്പ് കൈകാര്യം ചെയ്യും എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. പ്രധാനപ്പെട്ട വകുപ്പ് തന്നെ അദ്ദേഹത്തിന് നൽകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളും വകുപ്പ് ആർക്കൊക്കെ നൽകണം എന്നുള്ളത് സംബന്ധിച്ച് NDAക്കുള്ളിൽ സർക്കാർ തലത്തിൽ തീരുമാനവും ധാരണയിലും എത്തിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു ഔദ്യോഗികമായ വിജ്ഞാപനം പുറത്തിറങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അത് സംബന്ധിച്ചും റിപ്പോർട്ടുകൾ മാത്രമാണ് നമുക്ക് മുൻപുള്ളത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസത്തെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടും കഴിഞ്ഞ സർക്കാരിലെ മുതിർന്ന മന്ത്രിമാർ തുടരും എന്നതിനപ്പുറത്തേക്ക് പല റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും പല സംസ്ഥാനങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായ ചില മന്ത്രിമാർ എത്തിയിട്ടുണ്ട്. അത് കേരളത്തിൽ നിന്ന് പോലും നമ്മൾ ഇന്നലെയും പറഞ്ഞിരുന്നു, മോദി സർക്കാരിൻ്റെ കാര്യത്തിൽ തീരുമാനങ്ങൾ അവസാന നിമിഷം വരെ സസ്പെൻസ് ഉണ്ടാകും. ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയാകും എന്നുള്ളത് സത്യപ്രതിജ്ഞയ്ക്ക് കേവലം 2-3 മണിക്കൂറുകൾക്ക് മുൻപാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിൽ മന്ത്രിസഭാ വകുപ്പ് വിഭജനം സംബന്ധിച്ച്, അല്ലെങ്കിൽ ആരെല്ലാം പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈയാളും എന്നത് സംബന്ധിച്ചും കൃത്യമായൊരു വിജ്ഞാപനം രാഷ്ട്രപതി ഭവനിൽ നിന്ന് പുറത്തിറങ്ങേണ്ടതുണ്ട്. അത് ഇന്ന് തന്നെ ഉണ്ടാകും. കേന്ദ്ര മന്ത്രിസഭാ യോഗവും വരുന്ന മണിക്കൂറുകളിൽ തന്നെ ചേരും. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിദേശയാത്ര 12-ാം തീയതി പോകേണ്ടതുണ്ട്. അതിനു മുൻപായി തന്നെ മന്ത്രിസഭാ യോഗം ചേരും. പിന്നെ സൂചിപ്പിച്ചു വന്നത് 3-ാം മോദി സർക്കാരിൻ്റെ മുൻപോട്ട് പോക്ക് തന്നെയായിരുന്നു. KP സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയായിരിക്കും അടുത്ത വർഷങ്ങളിൽ ഭാരതത്തിൻ്റെ മുൻപോട്ട് പോക്ക് എന്നുള്ളത്. കൂട്ടുമന്ത്രിസഭ എന്നുള്ളതെങ്കിൽ പോലും വളരെ കൃത്യമായി ദേശീയ നിലപാടിൽ ഊന്നിക്കൊണ്ടുള്ള ശക്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളും. കഴിഞ്ഞ 10 വർഷം കണ്ടിട്ടുള്ളത് ട്രെയിലറാണെങ്കിൽ ഇനി വരാൻ പോകുന്നത് വികസനത്തിൻ്റെയും ജനക്ഷേമത്തിൻ്റെയും പുതിയ അധ്യായം തുറക്കുന്ന ഭാരതമാണ്, വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയാണ് എന്നുള്ളത് മോദി ചൂണ്ടിക്കാട്ടിയിരുന്നു. നരേന്ദ്രമോദി എന്ന നേതാവിന്, അല്ലെങ്കിൽ NDA സർക്കാരിന് ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. കാരണം അതുകൊണ്ട് തന്നെ അതിൽ യാതൊരു സംശയമില്ല, എത്തരത്തിലായിരിക്കും പ്രവർത്തന മികവ് തെളിയിക്കുക എന്ന കാര്യത്തിൽ രാജ്യത്തെ ജനങ്ങൾക്ക് യാതൊരു സംശയവും ഉണ്ടാകാൻ ഇടയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കും വിലയിരുത്താൻ സാധിക്കുന്നു. അപ്പം വിദേശ നയതന്ത്ര ബന്ധവുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടന്നിട്ടുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങിലും നമ്മുടെ അയൽ രാജ്യങ്ങളിലെ ഭരണാധികാരികളെ രാഷ്ട്രപതി ഭവനിലേക്ക് എത്തിക്കാൻ സർക്കാരിന് സാധിച്ചിരുന്നത്. ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ തുടങ്ങി ഭാരതത്തിൻ്റെ അയൽ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ രാഷ്ട്രപതി ഭവനിലെത്തിയപ്പം ലോകരാഷ്ട്രങ്ങൾ തന്നെ ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെയും ഒപ്പം വീണ്ടും പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്ത, അല്ലെങ്കിൽ ഭരണത്തിന് ഭൂരിപക്ഷം ലഭിച്ച നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ടും രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ 10 വർഷത്തിനിടെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വ്യക്തമായ സ്വാധീനം ഉറപ്പിക്കാൻ, അല്ലെങ്കിൽ മൂന്നാമതൊരു ശക്തിയായി മാറാൻ
ഭാരതത്തിന് സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് വിവിധ ലോകരാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഭാരതം നിലപാട് പറയുമ്പോൾ അതിന് ലഭിക്കുന്ന പിന്തുണ, ഉക്രൈൻ റഷ്യ യുദ്ധവേളയിലാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു പ്രതിസന്ധി, അത് കൊറോണ പ്രതിസന്ധിയാണെങ്കിലും അത്തരത്തിൽ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഭാരതത്തിൻ്റെ നിലപാടുകൾക്ക് ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഏറെ വിലയുണ്ട്. മുൻപുണ്ടായിരുന്ന തരത്തിൽ അമേരിക്ക, ചൈന അച്ചുതണ്ടിനപ്പുറത്തേക്ക് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നിലപാട് തുറന്നു പറയാനും ആ നിലപാടുകൾ നടത്താനും അല്ലെങ്കിൽ ആ നിലപാടുകൾക്ക് പിന്തുണ കൂടാനുമുള്ളൊരു സൈനിക സാമ്പത്തിക ശക്തിയായി മാറാൻ ഇന്ന് മോദി ഭരണത്തിൽ ഭാരതത്തിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിദേശ നയവും വളരെ കൃത്യമാണ്. എല്ലാ രാജ്യങ്ങളുമായും കൃത്യമായ സൗഹാർദ്ദപരമായ നയതന്ത്ര ബന്ധം സൂക്ഷിക്കുക, അതിനപ്പുറത്തേക്ക് നിലപാടുകൾ വെട്ടിത്തുറന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോവുക എന്നുള്ളത് തന്നെയായിരിക്കും നയതന്ത്ര തലത്തിലുള്ള ഭാരതത്തിൻ്റെ ഒരു നയം തീരുമാനങ്ങൾ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അപ്പം ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ തവണ കൈകാര്യം ചെയ്തിരുന്നത് അമിത്ഷായാണ്. ഇത്തവണ അമിത്ഷാ തന്നെ ആ സ്ഥാനത്ത് തുടരുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. കഴിഞ്ഞ 5 വർഷത്തിൽ രാജ്യത്തിനകത്തെ വിഘടനവാദ ശക്തികൾക്കെതിരെ, പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള രാജ്യത്തിനകത്തെ തീവ്രവാദ സംഘടനകൾക്കെതിരെ എടുത്തിട്ടുള്ള കർശനമായ നടപടികൾ, രാജ്യത്തിൻ്റെ പുറത്തുള്ള വിഘടനവാദ ശക്തികൾക്കും ഭീകരവാദ ശക്തികൾക്കുമെതിരെ കൃത്യമായ നടപടി സൈന്യം അതിർത്തിയിൽ കൈക്കൊള്ളുമ്പോൾ തന്നെ രാജ്യത്തിനകത്തുള്ള വിഘടനവാദ ശക്തികൾക്കെതിരെ കർശനമായ നടപടിയെടുക്കാനും സമാധാനമായ ജീവിതം രാജ്യത്തെ നിലനിർത്താനും മോദി സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയ വസ്തുതയാണ്. വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ 10 വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമുക്കറിയാം പലതവണ സ്ഫോടനങ്ങളുടെ വാർത്തകൾ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ, മുംബൈയിൽ, കൊൽക്കത്തയിൽ അത്തരത്തിൽ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ സ്ഫോടനങ്ങളുടെ വാർത്തകൾ അടിക്കടി ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അത്തരം വാർത്തകൾ തന്നെ വളരെ കുറവാണ്. രാജ്യത്തിനകത്ത് വിഘടനവാദ പ്രവർത്തനങ്ങൾ നടത്താൻ അത്തരത്തിലുള്ള ശക്തികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് മോദി സർക്കാർ എടുത്തിട്ടുള്ള ധീരമായ തീരുമാനങ്ങളുടെ ഫലം തന്നെയാണ്. അത്തരത്തിൽ വകുപ്പുകൾ ആരെല്ലാം കൈകാര്യം ചെയ്യും? ആഭ്യന്തരമന്ത്രിയായി അമിത്ഷാ തുടരുമോ? അതല്ലെങ്കിൽ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിർമ്മല സീതാരാമൻ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ കഴിഞ്ഞ 2ാം മോദി സർക്കാരിൻ്റെ അതേ വകുപ്പുകൾ തന്നെയായിരിക്കുമോ തുടരുക എന്നെല്ലാം തന്നെ ഉറ്റുനോക്കുകയാണ്. ഏതായാലും ഇന്ന് തന്നെ അത് സംബന്ധിച്ചൊരു ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകും, വിജ്ഞാപനം പുറത്തിറങ്ങും. KP